നിമിഷാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ പോപ്പുലർ ആയിട്ടുള്ള തിരുനെൽവേലി ഹൽവ എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഈ ഹൽവ ഒരു പ്രാവശ്യം കഴിച്ചിട്ടുള്ളവര് ഇതിന്റെ ടേസ്റ്റ് ഒരിക്കലും മറക്കില്ല. കാരണം സാധാരണ ഹൽവകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ തന്നെയാണ് ഇതിന്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ തയ്യാറാക്കണേന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യാൻ പോണ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് തിരുനെൽവേലി ഹൽവ തയ്യാറാക്കാൻ തുടങ്ങിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സൂചി ഗോതമ്പിൻ്റെ നുറുക്കണം കേട്ടോ. ഇതിപ്പോൾ 8 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതാണ്. ഞാനിപ്പോൾ ഓവർനൈറ്റാണ് ഇത് കുതിർത്തിയെടുത്തിരിക്കുന്നത്. എങ്ങനെയായാലും കുഴപ്പമില്ല, നന്നായിട്ട് കുതിർന്ന് വന്നാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുഴുവനോട് കൂടി സൂചി ഗോതമ്പ് ഉപയോഗിക്കാം. ഇത് പക്ഷെ ഇപ്പോൾ ഗോതമ്പ് നുറുക്ക് തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ, ഏതാണെങ്കിലും കുഴപ്പമില്ല. സാധാരണ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കില്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കണം ആ ഒരു സൂചി ഗോതമ്പ് നുറുക്ക്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. ഒന്നില്ലെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. മുഴുവനോട് കൂടിയ സൂചി ഗോതമ്പ് ആകുമ്പോൾ നമുക്ക് എന്തായാലും മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കേണ്ടി വരും. ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലേക്ക് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 1/2 കപ്പ് അളവിൽ സൂചി ഗോതമ്പിൻ്റെ നുറുക്കണം കേട്ടോ. നിങ്ങൾക്ക് കൂടുതൽ എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. ഇനിയിപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, ഞാനിത് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ആദ്യം ഇപ്പോൾ ഞാൻ കുറച്ച് വലിയ ഹോൾസ് ഉള്ള അരിപ്പയെ കൂടിയാണ് കേട്ടോ അരിച്ചെടുക്കുന്നത്. അതിനുശേഷം അവസാനം ചെറിയ ഹോൾസ് ഉള്ള അരിപ്പയെ കൂടെ നമുക്ക് അരിച്ചെടുക്കാം. അപ്പോൾ കറക്റ്റായിട്ട് ഇത് നമുക്ക് കിട്ടും. ഇതിപ്പോൾ കണ്ടില്ലേ, ഇതുപോലെയാണ് കിട്ടുക കേട്ടോ. ഇനി ഇത് ഒന്നും കൂടി നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എല്ലാം പോന്നോളും. കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിനി ഇതിപ്പോൾ ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കട്ടെ. ഇപ്പോൾ രണ്ടാമതും കണ്ടില്ലേ അടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ രണ്ടാമത് അടിച്ചെടുക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ട് ഉണ്ടാവില്ല കേട്ടോ. ഫസ്റ്റ് അടിച്ചെടുത്താൽ അത്രയ്ക്ക് ഉണ്ടാവില്ല. ഇനി ഇതും നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. കണ്ടില്ലേ, അവസാനത്തെ ഇതുപോലെ വരും. ഇത് നമുക്ക് കളയാം. ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ചെറിയ ഹോൾസുള്ള അരിപ്പയെ കൂടെ അരിച്ചെടുക്കാം കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് തന്നെ കിട്ടുള്ളൂ. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ തീരെ ചെറിയ ഹോൾസുള്ള അരിപ്പയിൽ കൂടെ അരിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത് അരിച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. മുഴുവനായിട്ട് തന്നെ നമുക്ക് ഇതുപോലെ അരിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഞാനിവിടെ ഇതുപോലൊരു വലിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യണത്. നിങ്ങളിപ്പോൾ ഏത് പാത്രം ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ അതായത് എടുത്തു വെച്ച ആ ഒരു മിൽക്ക് ഉണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു ഗ്ലാസ്സിലേക്ക്. ഇപ്പോൾ ഒരു ഗ്ലാസ്സിൽ കൊള്ളില്ല, നമുക്ക് 2 ഗ്ലാസ്സിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്കൊരു 2-3 മണിക്കൂറോളം ഇതുപോലെ തന്നെ വെക്കണം. ഇതുപോലെ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ താഴെ നല്ല തിക്കായിട്ടുള്ള ആ ഒരു മിൽക്ക് ഉണ്ടല്ലോ അത് താഴെ വരും. ബാക്കി നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടല്ലോ ഇത് അരച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ വെള്ളമൊക്കെ മുകളിലും വരും. അപ്പോൾ ഈ വെള്ളം കളഞ്ഞിട്ട് താഴെയുള്ള ആ ഒരു മിൽക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കും. വെള്ളം കളയണം, അത് നിർബന്ധമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിനൊരു എന്താ പറയുക, അത് കുറച്ചൊരു ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ടാവും 2-3 മണിക്കൂർ ഇരിക്കുമ്പോഴേ. അപ്പോൾ അതിനൊരു പുളിരസം അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അത് കളയാം. ഞാൻ കാണിച്ചു തരാം. ഒരു 2-3 മണിക്കൂർ സമയം ഇതുപോലെ ഇരിക്കട്ടെ കേട്ടോ, അടച്ചു വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, 3 മണിക്കൂറിന് ശേഷമുള്ളൊരവസ്ഥയാണിത്. ഇതിൻ്റെ മുകൾ ഭാഗത്തുള്ള വെള്ളം മുഴുവൻ നമുക്ക് കളയാം. ഇതിൻ്റെ അടിയിലുള്ള ഒരു ഭാഗം മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ ഈ വെള്ളം മുഴുവൻ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ. നമുക്ക് കാണാൻ പറ്റും അടിയിൽ കണ്ടില്ലേ ഇതുപോലെ ഒരു ഭാഗം. ഈ വെള്ളം കളയണം കേട്ടോ, കാരണം ഇതൊന്ന് ഫെർമെൻ്റായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് മാറ്റിയില്ലെങ്കിൽ ഹൽവ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നിട്ട് ഇതിൻ്റെ അടിയിലുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇത് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അതുപോലെ ഇതിൻ്റെയും ഇതുപോലെ മുകളിൽ ഇതുപോലെ പാട പോലെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. പക്ഷെ അതും കളയണം നമ്മൾ, അതും ഉപയോഗിക്കില്ല. കണ്ടില്ലേ, ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട്. ഇനി ഈ ഒരു വെള്ളം കളയാം. ഇനി നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് വേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം.
2 കപ്പ് വെള്ളം കേട്ടോ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കണത്. ഇപ്പം നമ്മൾ ഒഴിച്ച ഈ വെള്ളം ഉണ്ടല്ലോ, ഇതടക്കാണ് നമ്മൾ ഹൽവ ഉണ്ടാക്കുക. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മളിപ്പോൾ തന്നെ ഹൽവ തയ്യാറാക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ ഇവിടെ ഒരു 10-15 കാഷ്യൂനട്ട് എടുത്തിട്ടുണ്ട്. കാഷ്യൂനട്ട് ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല കേട്ടോ. ട്രഡീഷണൽ രീതിയിൽ തിരുനെൽവേലി ഹൽവ തയ്യാറാക്കുമ്പോൾ കാഷ്യൂനട്ട് ചേർക്കാറില്ല. പക്ഷെ നമ്മളിപ്പോൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ടേസ്റ്റി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് മാത്രമേ ചേർക്കണമെന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് 1.25 കപ്പാണ് ചേർക്കുന്നത്. 1/4 കപ്പും കൂടി ചേർത്ത് കൊടുക്കുക. മൊത്തം 1.25 കപ്പ് ഇതിലേക്ക് ചേർത്തു. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഈ 1/4 കപ്പ് പഞ്ചസാര എന്തിനാന്ന് വെച്ചാൽ ഇത് കാരമലൈസ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ തിരുനെൽവേലി ഹൽവയ്ക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു കളർ വരും. നമ്മളെടുത്ത ഈ 1.25 കപ്പ് പഞ്ചസാര ഉണ്ടല്ലോ, ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, സാധാരണ വെള്ളം. അതിനുശേഷം ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ ഒന്ന് ഉരുക്കി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് നമ്മൾ എടുത്തു വെച്ച ആ 1/4 കപ്പ് പഞ്ചസാര ഉണ്ടല്ലോ, അതൊന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാം. ഇത് ഞാൻ അപ്പുറത്തെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം. ഇനിയിപ്പോൾ 1/4 കപ്പ് പഞ്ചസാര ഉണ്ടല്ലോ, അത് നമുക്ക് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് ഉരുക്കി വരട്ടെ. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് ഉരുക്കി വരും. അതിനുശേഷം മാത്രം ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ പഞ്ചസാരയും വെള്ളം കൂടി ചേർത്തത് കണ്ടില്ലേ, പഞ്ചസാര ഉരുക്കി വരുന്നുണ്ട്. നമുക്കിതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാനിതിപ്പോൾ ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. പഞ്ചസാര ഒന്ന് കാരമലൈസ് ആയതിനു ശേഷം ഇത് റെഡി ആയാൽ മതിയല്ലോ. കണ്ടില്ലേ, നമ്മുടെ പഞ്ചസാര കാരമലൈസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് മെൽറ്റായി വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഷുഗർ കാരമലൈസ് ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കളറാവരുത്. കളറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഹൽവ കഴിക്കാൻ പറ്റില്ല, ഭയങ്കര കയ്പായിരിക്കും. അപ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആവണ വരെ മാത്രം നമ്മളിത് ആക്കിയെടുത്താൽ മതി കേട്ടോ. അതിപ്പോൾ ഏത് റെസിപ്പിക്ക് വേണ്ടിയിട്ട് പഞ്ചസാര കാരമലൈസ് ചെയ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ്. എല്ലാം ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. ലോ ഫ്ലെയിമിൽ തന്നെയാട്ടോ ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, പഞ്ചസാര കാരമലൈസ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് മതി കേട്ടോ. ഇനി ഇത് നമുക്ക് ഈ ചൂടോട് കൂടി തന്നെ ആ ഷുഗർ സിറപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ചൂടോട് കൂടി ഒഴിച്ചു കൊടുക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തണുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റായിട്ട് മാറും. അപ്പോൾ പിന്നെ ഇതിൽ പിന്നെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, പിന്നെ ചൂടുവെള്ളം ഒഴിക്കേണ്ടി വരും. അപ്പോൾ ഇത് മൊത്തത്തിൽ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ലൂസായിട്ട് തന്നെ വന്നോളൂ. ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ഷുഗർ കാരമലൈസ് ചെയ്തത് കുറച്ച് ഹാർഡായിട്ടുള്ള പോലെ ഇരിക്കും, പക്ഷെ കുഴപ്പമില്ല, അത് കറക്റ്റായിട്ട് തന്നെ വന്നോളൂ. ആദ്യം ഇതുപോലെ തിക്കായിട്ട് ഇരിക്കും ഷുഗർ കാരമലൈസ് ചെയ്തത്. പിന്നെ നമ്മളിതുപോലെ ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വരും. ഇപ്പോൾ കണ്ടില്ലേ, ഷുഗർ കാരമലൈസ് ചെയ്തത് കംപ്ലീറ്റ് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി ഈ ഷുഗർ സിറപ്പ് ഒന്ന് തിക്കായിട്ട് വരണം. കുറച്ചെടുക്കാം, ഒരു പ്ലേറ്റിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുത്ത് നോക്കാം. നമുക്ക് റെഡി ആയിട്ടില്ല, ഒന്നും കൂടിയും തിക്കായിട്ട് വരാനുണ്ട്. ഈ ഷുഗർ സിറപ്പ് നമുക്ക് റെഡി ആയിട്ട് വരേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു നൂൽപ്പരുവ് എന്ന് പറയില്ലേ, 1 സ്ട്രിങ് കൺസിസ്റ്റൻസി, അതിന് മുന്നത്തെ സ്റ്റേജാണ്. പക്ഷെ കൈമ ചെറുതായിട്ടൊന്ന് ഒട്ടി വരണം. ആ ഒരു രീതിയിലാണ് ഇത് വരേണ്ടത്. ഞാനിപ്പോൾ ഈ ഷുഗർ സിറപ്പ് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ വെച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റേജസ് പെട്ടെന്ന് മാറി വരും. നമ്മളിതിപ്പോൾ എടുത്ത് ചൂടാറിയിട്ടൊക്കെയല്ലേ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ കറക്റ്റ് ആ ഒരു തിക്നെസ് ആയോന്ന്. ഇതിപ്പോൾ കറക്റ്റായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതിൽ നിന്ന് 1-2 ഡ്രോപ്പ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് തണുത്ത് വരട്ടെ. അതിനുശേഷം ഞാൻ കാണിക്കാം. അതിനുശേഷം നമുക്കിത് കുറച്ച് കൈമ ഇതുപോലെ എടുക്കാം. അതിനുശേഷം ഇതുപോലെ നോക്കുമ്പോൾ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് ഒട്ടുണ്ട്. ഇത്രയും മതി. പക്ഷെ ഒരു നൂൽ പരുവെന്നൊന്നും പറയാൻ പറ്റില്ല. കാണുന്നില്ലേ, ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചില്ലേ ആ ഒരു മിക്സ്, ഗോതമ്പിൻ്റെ മിക്സും ആ വെള്ളം ഉണ്ടല്ലോ, ഇതെല്ലാം കൂടി ഒരുമിച്ച് തന്നെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാം നമുക്ക് ഒഴിക്കാം. ഇതിന് എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാനിനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ചൊന്ന് കുറുകി വരട്ടെ കേട്ടോ. ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. പിന്നെ ഞാനിതിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി തന്നെയാണ് ഉണ്ടാക്കി കാണിക്കണുള്ളൂ.
നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഇതിൻ്റെ ഇപ്പോൾ ഡബിൾ ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് തിക്കായിട്ട് വന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. ചെറുതായിട്ടൊന്ന് തിക്കായിട്ട് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മളിത് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുക. ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇത് ഇളക്കി കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് കട്ടയൊക്കെ പോലെ വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് സൂചി ഗോതമ്പാണല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. കണ്ടില്ലേ, ഇതുപോലെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. 1/2 കപ്പ് നെയ്യാണ് കേട്ടോ ഇതിൽ മൊത്തത്തിൽ നമുക്ക് വേണ്ടത്. അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം, അതായത് കുറേശ്ശെ ഇങ്ങനെ തിക്കായിട്ട് വരുമല്ലോ, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് 1 ടേബിൾ സ്പൂൺ വീതം ഇതുപോലെ ചേർത്ത് കൊടുത്താൽ മതി. അതിനുശേഷം ആക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ആദ്യം നമ്മൾ നെയ്യ് ഒഴിക്കുമ്പോൾ നെയ്യ് ഇങ്ങനെ മുകളിൽ ഇങ്ങനെ കാണും. കുറച്ച് സമയം നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നെയ്യ് ഇങ്ങനെ പോയിക്കോളും. നെയ്യ് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നോളൂ. ഇപ്പോൾ കണ്ടില്ലേ, നല്ലൊരു സിൽക്കി ടെക്സ്ചറായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇത് തയ്യാറാക്കുന്ന സമയം കൂടുതൽ വേണ്ടി വരും കേട്ടോ. കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള കാരണം അത്ര ഒരുപാട് സമയം എടുക്കില്ല. എന്നാലും ഹൽവയല്ലേ, കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടി വരും. ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരട്ടെ കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒഴിച്ച നെയ്യൊന്നും ഇതിലിപ്പോൾ കാണാനൊന്നുമില്ല. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. അവസാനം നമ്മൾ ഇതുപോലെ ഇളക്കി അതായത് തിക്കാവണതിനനുസരിച്ച് കുറേശ്ശെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഈ ഹൽവ റെഡി ആയിട്ട് വരുമ്പോൾ നെയ്യ് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരും. സാധാരണ ഹൽവയൊക്കെ റെഡിയാക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആ ഒരു സ്റ്റേജിലാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ കുറച്ചും കൂടി തിക്കായിട്ടുണ്ട്. ഒന്നും കൂടി തിക്കായിട്ട് വരട്ടെ കേട്ടോ. അതിന് ശേഷം ഞാൻ കാണിക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടി നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ നെയ്യൊക്കെ നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. എല്ലാവരുടെയും ഒരുപോലെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഒരുവിധം ഇത്രയും തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ആവാനുണ്ട്. ഇപ്പോൾ ഇത്രയും തിക്കായി കഴിയുമ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് മുറിച്ച് വെച്ച കാഷ്യൂനട്ട് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇനി ഒന്നും കൂടി ഒന്ന് തിക്കായിട്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നെയ്യൊക്കെ ഒന്ന് പുറത്തോട്ട് വരട്ടെ. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ഹൽവ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നെയ്യൊക്കെ പുറത്തോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ നെയ്യ് ഒഴിച്ചാലാണ് ഇതുപോലെ നെയ്യ് നന്നായിട്ട് തന്നെ പുറത്തോട്ട് വരുള്ളൂ. ഇത് മതി. ഇപ്പോൾ തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു തിക്നെസ് തന്നെ മതി കേട്ടോ. ഇനി തണുക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു തിക്നെസ് ആയിട്ട് മാറും. തിരുനെൽവേലി ഹൽവ എന്ന് പറയുമ്പോൾ ഒരുപാട് തിക്കായിട്ടല്ലല്ലോ ഇരിക്കുക. അതായത് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടെക്സ്ചർ അല്ലേ. പിന്നെ തിരുനെൽവേലി ഹൽവ നമ്മൾ സാധാരണ കട്ട് ചെയ്തെടുക്കാറില്ല. അതായത് എന്തെങ്കിലും ഒരു പാത്രത്തിലൊക്കെ സെറ്റ് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാറില്ല. ഈ ഒരു രീതിയിൽ തന്നെയാണല്ലോ നമ്മൾ സാധാരണ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടാം. ഇതിപ്പോൾ എനിക്ക് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് വേണ്ടി വന്നത് 40 മിനിറ്റ് ആണ് കേട്ടോ. അതിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ആയ കാരണം ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച് കൂടുതൽ സമയം വേണ്ടി വരും. പക്ഷെ നമ്മളിപ്പോൾ ഇത്രയും സമയം സ്പെൻഡ് ചെയ്താലും ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത് സൂപ്പർ തന്നെയാണ് കേട്ടോ. തിരുനെൽവേലി ഹൽവ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും.
ഒരു ടേസ്റ്റ് എന്ന് പറയണത്. കണ്ടില്ലേ ഹൽവ പാത്രത്തിൽ നിന്ന് ഇതുപോലെ നല്ലപോലെ തന്നെ ഇങ്ങനെ വിട്ടു വരും. ഇപ്പോൾ കറക്റ്റ് തന്നെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇത്രയും സമയം ഇളക്കി കൊടുത്തിരുന്ന പോലെയല്ല, നന്നായിട്ട് തന്നെ വിട്ടു വരുന്നുണ്ട് വശങ്ങളിൽ നിന്ന്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തണുത്ത് വന്നതിന് ശേഷം ഞാൻ കാണിക്കാം. ഈ ഒരു തിരുനെൽവേലി ഹൽവയുടെ കറക്റ്റായിട്ടുള്ള ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും തവിയിൽ കോരി എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഇങ്ങനെ വേണം. ഒരുപാട് തിക്കായിട്ട് വരാൻ പാടില്ല. അതുപോലെ കണ്ടില്ലേ ഇതിൻ്റെ ഒരു സിൽക്കി ടെക്സ്ചർ. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് തണുത്തിട്ടില്ല കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള തിരുനെൽവേലി ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇതിലിപ്പോൾ ഒരുപാട് മധുരം ഇല്ല കേട്ടോ. ഒരു നോർമലായിട്ടുള്ള മധുരമാണ്. നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതെന്ന് പറയുന്നത് ട്രഡീഷണൽ രീതിയിലുള്ള തിരുനെൽവേലി ഹൽവയാണ്. അല്ലാതെ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി ഉപയോഗിച്ചിട്ടൊക്കെ തയ്യാറാക്കാൻ പറ്റും. ഗോതമ്പ് പൊടിയും ഇതുപോലെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഗോതമ്പ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കുക, സൂചി ഗോതമ്പ് കൊണ്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയാം. കണ്ടില്ലേ ഒന്ന് തണുത്ത് വരുമ്പോൾ ഈ ഒരു ടെക്സ്ചർ ആയിട്ട് വരും. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളാം. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.